അപ്പോൾ നമ്മൾ ക്ഷമ എന്ന് പറഞ്ഞു, പക്ഷേ ഇസ്ലാം ക്ഷമ അല്ല, ഭംഗിയുള്ള ക്ഷമ. അതാണ് ഫസ്ബിർ സൊബറൻ ജമീല. അപ്പം എങ്ങനെയാണ് ഭംഗിയുള്ള ക്ഷമ? ഇത് എവിടുന്നാണ് നമ്മൾക്ക് കിട്ടുക? അവിടെ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. യാക്കൂബ് നബി അലി ഇസ്ലാം അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ടായിരുന്ന ഒരു പ്രവാചകൻ. ബനു ഇസ്രായേൽ എന്നൊരു സമൂഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്താണ്. ഇസ്രായേൽ എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട യൂസുഫിനെ മറ്റു മക്കൾ എന്ത് ചെയ്യാണ്, അവരുടെ അസൂയ കാരണമായിട്ട് കൊണ്ടുപോയി ഉപ്പയിൽ നിന്ന് മാറ്റി നിർത്തണം, കാരണം അവർക്ക് കൂടുതൽ സ്നേഹം ഉപ്പയുടെ ലഭിക്കണം എന്ന ഉദ്ദേശത്തിൽ എന്ത് ചെയ്യാണ്, കിണറ്റിലിടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെടുന്നു. അദ്ദേഹം ഒരുപാട് വിഷമിച്ച് ജീവിക്കുകയാണ്. മക്കൾ വന്ന് അദ്ദേഹത്തോട് കള്ളം പറയുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹു എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിയിച്ചു തരുന്നുണ്ട്. അപ്പോൾ സൊബറുൻ ജമീൽ എന്നാണ്, അതിൽ ഭംഗിയായി ക്ഷമിക്കുകയാണ്. ആ പ്രവാചകൻ്റെ ജീവിതം തന്നെ അതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു മകനെ കൂടി നഷ്ടപ്പെടുകയാണ്. ബിന്യാമീൻ എന്ന പ്രിയപ്പെട്ട മറ്റൊരു മകനെ കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സംഭവം പോലും പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അദ്ദേഹം നിരാശപ്പെടുന്നില്ല. പ്രതീക്ഷയോടുകൂടി തൻ്റെ മക്കളെ പിന്നീട് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നിരാശപ്പെടരുത് എന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നിരാശയെ സംബന്ധിച്ച് പറയുന്നത് അത് കാഫിറുകളുടെ സ്വഭാവമാണ്. ഒരിക്കലും വിശ്വാസിക്ക് നിരാശ ഉണ്ടാവുകയില്ല, അത് വഴിപിഴച്ചവരുടെ സ്വഭാവമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ സൊബറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കാൻ കഴിയുക എന്നതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം നമ്മൾ പഠിപ്പിക്കുന്നത്.